കുറച്ച് കാലങ്ങൾക്ക് മുൻപേ ബാംഗ്ലൂരിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഡിന്നർ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമായിരുന്നു. ഓൺ ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലോർ ദർ ഇസ് എ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്. അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അവർ ചില ദിവസങ്ങൾ അറേഞ്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അന്ന് കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്തുള്ള ടേബിളിൽ ഒരു ലേഡി അവരും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അതിനിടയിൽ അവരുടെ ദേഹത്തേക്ക് ഒരു പാറ്റ ചാടി കയറി. അവർ വളരെ ഷോക്ക്ഡായി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ആ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്ന താഴെ വീണു. ക്യാൻഡിൽ വീണ ആ ഒരു ഏരിയയിൽ ആ തീ പടർന്ന് പിടിക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റാഫൊക്കെ ഓടിയെത്തുന്നു, ആ തീ അണയ്ക്കുന്നു. അങ്ങനെ ആകെപ്പാടെ അവിടെ ഒരു മെസ്സപ്പ്. ഇതിന്റെ അനദർ സെനാരിയോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ആ കോക്രോച്ച് അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന വെയിറ്ററുടെ ദേഹത്തോ മറ്റോ ആണ് കയറിയത് എന്നിരിക്കട്ടെ. എന്താകുമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം ആരും കാണാതെ അതിനെ പ്രതിയെ ഒരു കയ്യിൽ ഒതുക്കി ഫുഡൊക്കെ സെർവ് ചെയ്ത് അതിനുശേഷം അവിടെ നിന്നും ഇറങ്ങി എവിടെയാണോ അതിനെ കൊണ്ട് കളയാൻ സാധിക്കുന്നത് അവിടെ കൊണ്ട് അതിനെ കളയും, അല്ലെങ്കിൽ അതിനെ കൊല്ലും. ശരിയല്ലേ? ഇൻ ദിസ് ബോത്ത് സെനാരിയോ സംഭവിച്ചത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം എന്നതിനെ ആശ്രയിച്ച് അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും അവിടെ സാധിച്ചു. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ പ്രതികരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ആ പ്രശ്നത്തെ അപ്ലിഫ്റ്റ് ചെയ്ത് വലിയൊരു പ്രോബ്ലം ആക്കുന്നതിനും, എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനോധൈര്യത്തോടു കൂടി നമ്മൾ അതിനെ നോക്കിക്കണ്ടുകൊണ്ട് ആ പ്രശ്നത്തെ ലഘൂകരിക്കാനും പ്രശ്നത്തെ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും സംഭവിക്കുമ്പോഴും എങ്ങനെയാണോ ആ സാഹചര്യത്തെ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് എപ്പോഴും പ്രശ്നങ്ങളെ ജീവിതത്തിൽ ഇല്ലാതാക്കുന്നതിനും പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുൻപോട്ട് പോകുന്നതിനും നമ്മളെ സഹായിക്കും.